ഒരു ടേസ്റ്റും തോന്നിയില്ല ആദ്യം കഴിച്ചപ്പോൾ. ബസ്സിൻ്റെ ഏറ്റവും പുറത്തെ സീറ്റിലാണ് ഇരിക്കുന്നത്. ഭയങ്കര വലുപ്പമാണ്. ഇതിലും വലിയ മാങ്ങകൾ ഇവിടെ കാണാൻ സാധിക്കും. രാവിലത്തെ മോർണിംഗ് അറ്റ്മോസ്ഫിയറും പിന്നെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. മാംഗോ കേക്കും സൂപ്പറായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഫെദേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ശരിക്കും കൊലാലംപൂരിൽ നിന്ന് മാറി സെക്കിൻചാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ 2 ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ തരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഫെദേഴ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സെങ്കിച്ചാനിലെത്തി. ഏകദേശം 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കൊലാലംപൂരിൽ നിന്ന്. ഏകദേശം 100 കിലോമീറ്ററിനടുത്ത് യാത്രയുണ്ട്. നമ്മളൊരു കാർ എടുത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. ശരിക്കും മലേഷ്യ എന്ന് പറയുമ്പോൾ മലേഷ്യയുടെ സ്റ്റേപ്പിൾ ഫുഡ് ശരിക്കും റൈസാണ്. അവരുടെ ഫുഡായ നാസി ലമാക്ക്, നാസി കന്താർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്റ്റേപ്പിൾ ഫുഡാണ്. നാസി എന്ന് പറഞ്ഞാൽ തന്നെ റൈസാണ് അർത്ഥം. അപ്പോൾ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ നെൽപ്പാടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ശരിക്കും ഞങ്ങളിവിടെ ഒരു റൈസ് പ്രോസസ്സിങ് ഫാക്ടറി വന്നിരിക്കുകയാണ്. ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ വിളവെടുക്കുന്ന കാര്യങ്ങൾ ഇവിടെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ശരിക്കും പുറത്ത് നല്ല മഴയായതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഫാക്ടറിക്കകത്ത് കയറാൻ പറ്റിയില്ല. കാരണം ഈ കോവിഡ് പാൻഡമിക് ഉള്ളതുകൊണ്ട് അവരകത്തേക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കാണാം. അതിനുശേഷം ഇവിടെ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ ശരിക്കും പറഞ്ഞാൽ റൈസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വില കുറച്ച് കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ അവിടെ നിന്ന് ഒരു റൈസ് ബോൾ ചെൻഡോ എന്ന് പറഞ്ഞ സാധനം മേടിച്ചു. ഇതെന്താണെന്നൊരു ഐഡിയ ഇല്ല. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അതിന് മുമ്പ് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഈ പച്ച കളറിൽ കാണുന്നത് നമ്മുടെ അരിപ്പൊടി കൊണ്ട് കളറിട്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ മഞ്ഞ കളറ്, ഇത് ശരിക്കും മാങ്ങ അരിഞ്ഞാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ നോക്കുകയാണെങ്കിൽ ഈ കാണുന്നത് ഞാൻ എടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ കുത്തരിയും പയറും കൂടാണ്. പിന്നെ അതിൻ്റെ അടിയിൽ കുറച്ച് 2-3 സോസുകളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ കട്ട ഐസാണ്. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ട പോലെ തന്നെ വെള്ളത്തിൽ നിന്ന് അപ്പം ഉണ്ടാക്കിയെടുത്ത ഐസാണ്. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇത് മധുരമാണോ പുളിയാണോ എരിവാണോ എന്ന് ഒരു ഐഡിയ ഇല്ല.
ഓക്കെ, ഞാനൊന്ന് കഴിച്ചു നോക്കാം. ഒരു ടേസ്റ്റും തോന്നിയില്ല ആദ്യം കഴിച്ചപ്പോൾ. അപ്പോൾ ശരിക്കും ഞാനിതൊന്ന് ഇളക്കി മൊത്തം ഇളക്കി ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ശരിക്കും ഇതിനകത്ത് ഞങ്ങൾ കഴിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് ഫ്രഷാണ്, കാരണം ഈച്ച ഒരുപാട് വഴി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് കഴിച്ചു നോക്കാം. ഇളക്കി ഐസും എല്ലാം കൂടെ കഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് തന്നെ വരുന്നുണ്ട്. ആദ്യം കഴിച്ചാലല്ല, ശരിക്കും ഇത് ഇളക്കിയാണ് കഴിക്കേണ്ടത്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിക്കുമ്പം അടിപൊളി ടേസ്റ്റ് തന്നെ. നമ്മൾ ശരിക്കും ഫാക്ടറിയുടെ പുറവശത്താണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും നമ്മൾ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മരുഭൂമി പോലെ തോന്നും. ശരിക്കും മരുഭൂമിയൊന്നും അല്ല. ഇവിടെ നെല്ല് പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഉമ്മി കൂട്ടിയിട്ടിരിക്കുന്നതാണ്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. മറ്റൊരു പ്രധാന ആകർഷണം ഇവിടുത്തെ N16 കഫേ എന്ന് പറയുന്നതാണ്. നമുക്ക് നോക്കിയാൽ കാണാം, ഒരു സ്കൂൾ ബസ്സിനെ അതിൻ്റെ ഓണർ ഒരു കഫേ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഇതിനകത്ത് AC എല്ലാം അവൈലബിൾ ആണ്. ശരിക്കും ഇവിടെ സെങ്കിച്ചാനി വരുന്നവരെല്ലാവരും ഇവിടെ വന്ന് കോഫി, അങ്ങനത്തെ സ്നാക്സ് അല്ലെങ്കിൽ കേക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞങ്ങൾ ഈ ബസ്സിനകത്ത് കയറി. ബസ്സിൻ്റെ ഏറ്റവും പുറത്തെ സീറ്റിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ മാംഗോ ഷോർട്ട് കേക്കും ഹണി സിട്രസ് ടീയും ഓർഡർ ചെയ്തു. ശരിക്കും ഇതിനകത്തൊരു ചെറിയ മ്യൂസിക്കൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. നല്ല ആംബിയൻസ് ആണ്. ഈ സാധനം നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇവിടുത്തെ എല്ലാ ഫുഡും നല്ലതാണെന്നാണ് നല്ല അഭിപ്രായം എല്ലാവരും പറയുന്നുണ്ട്. കാരണം ഒരുപാട് പേര് ഇത് വന്ന് ഈ ഒരു ബസ് മൊത്തത്തിൽ ബുക്ക് ചെയ്ത് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തന്നെ കുറേ നേരം പുറത്ത് നിന്നതിന് ശേഷമാണ് ഇവിടെ കയറാൻ പറ്റിയത്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളി, സൂപ്പറാണ്. ഇപ്പം മനസ്സിലായി ഇവിടെ എന്തുകൊണ്ട് എപ്പോഴും ഫുള്ളാകുന്നത്. സാറ്റർഡേ സൺഡേ നോക്കുക വേണ്ട, വീക്ക് ഡേയ്സ് വന്നാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഞങ്ങളിപ്പം സാറ്റർഡേ സൺഡേ ആണ് വന്നിരിക്കുന്നത്. അപ്പം ശരിക്കും സെങ്കിച്ചാനി വരുന്നവർ N16 കഫേ എന്ന് കഴിച്ചിരിക്കണം, മസ്റ്റാണ്. സെങ്കിച്ചാനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹോം സ്റ്റേകൾ കാണാൻ സാധിക്കും. ഹോം സ്റ്റേ മാത്രമല്ല, കഫേകളും കാണാൻ സാധിക്കും. ഇതെല്ലാം തന്നെ കണ്ടെയ്നറുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ കണ്ടെയ്നേഴ്സ് എന്ന് പറയുമ്പം നമ്മൾ സാധാരണ കാർഗോ കണ്ടെയ്നേഴ്സ് എടുത്ത് അതിനെ കട്ട് ചെയ്ത് അതിനകത്ത് ബെഡ്റൂംസും കിച്ചനും
ലിവിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഹോം സ്റ്റേകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ സാറ്റർഡേ സൺഡേ ആയി കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡാണ്. ശരിക്കും നമുക്ക് ബുക്കിങ്സ് ഒന്നും കിട്ടത്തില്ല. ഹോം സ്റ്റേയിൽ ഇവിടെ വരാൻ താല്പര്യമുള്ളവർ നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമേ ഇവിടെ വരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോൾ ഉള്ളത് വിഷൻ ട്രീ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചൈനീസ് ടെമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ മരം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിനകത്ത് മുഴുവൻ ചുമന്ന റിബണയിൽ എന്തോ കെട്ടിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് ശരിക്കും ഇവിടുത്തെ ആചാരമൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ വരുന്നവരെല്ലാവരും ഈ ത്രെഡ് അവിടെ നിന്ന് എടുത്തിട്ട് ഈ മരത്തിലേക്ക് വലിച്ചെറിയും. അത് അവർ പറയുന്നതനുസരിച്ച് ഏറ്റവും ദൂരത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ഉയരത്തിൽ എറിയുന്നവരുടെ വിഷ് സാധിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് താഴെ പോകാൻ പാടില്ല, മേളിൽ തന്നെ ഉടക്കി കിടക്കണം എന്ന് പറയും. പക്ഷേ ഇതൊക്കെയാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഇതൊന്ന് കണ്ടു നോക്കാം, എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം. ഇവിടെ ഒരുപാട് പേര് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് എറിഞ്ഞു നോക്കാം, വീഴുന്നുണ്ടെന്നൊക്കെ നോക്കാം. നമ്മൾ വിഷിംഗ് ട്രീ കഴിഞ്ഞ് മുമ്പിലേക്ക് വരുമ്പോൾ നമുക്കൊരു ബീച്ച് കാണാൻ സാധിക്കും. പാണ്ടായി റഡാങ് എന്നാണ് ബീച്ചിൻ്റെ പേര്. ഇത് ശരിക്കും ഒരു ഹാർബറാണ്. ശരിക്കും നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഒരു ഹാർബറാണ്. ഇവിടെ ഒരുപാട് മത്സ്യബന്ധന ബോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ സെങ്കിച്ചാനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു പാഡി ഫീൽഡുള്ള സ്ഥലം മാത്രമല്ല, ശരിക്കും ഒരു ഫിഷിംഗ് വില്ലേജും കൂടിയാണ്. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ ഒരുപാട് മീൻപിടുത്തക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചെറിയ ചെറിയ ഷാക്സ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ കൂടുതലും സീ ഫുഡാണ്. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡുകൾ കിട്ടാൻ വളരെ പാടാണ്. എന്നാലും ചില ഷോപ്പുകളിലൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ അത്ര ക്ലീനൊന്നുമല്ല, കാരണം ഒരു ഹാർബർ ഏരിയ ആയതുകൊണ്ട് അതിൻ്റേതായ മണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വൈകുന്നേരങ്ങളിൽ നല്ല കാറ്റാണ്. സെങ്കിച്ചാനി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് മാംഗോ കിങ് എന്ന് പറഞ്ഞ കടയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിവിധ തരം മാങ്ങ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഉദാഹരണമാണ് ഈ മാങ്ങ. കണ്ടോ, നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും വലിയ മാങ്ങ ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര വലുപ്പമാണ്. ഇതിലും വലിയ മാങ്ങകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ശരിക്കും ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ കാണുന്നത് കഴിഞ്ഞാൽ
നമ്മുടെ നാട്ടിലെ ചക്ക കണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ മഞ്ഞ കളറാണ്, ഇവിടെ ഓറഞ്ച് കളർ. ശരിക്കും ഓറഞ്ച് കളർ ഞാൻ ആദ്യമായിട്ടാണ്, ഇനി ഇവർ കളറും എല്ലാം കയറ്റുന്നതാണെന്ന് അറിയത്തില്ല, എന്നാലും അതും ഒരു കൗതുകം തന്നെയാണ്. അപ്പോൾ ഞങ്ങളൊരു മാംഗോ സ്മൂത്തി മേടിച്ചു, ഷേക്കെന്നോ സ്മൂത്തി എന്നൊക്കെ പറയാം. നമുക്കൊന്ന് കുടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളി. ശരിക്കും ഇവർ പറയുന്നത് ഇവിടുത്തെ ഓർഗാനിക് ആയിട്ടുള്ള മാംഗോസും ഉണ്ട്, അല്ലാതെ പെസ്റ്റിസൈഡൊക്കെ അടിച്ച മാംഗോസും ഉണ്ട്. ഇത് തന്നിരിക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള മാംഗോ ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും ടേസ്റ്റ് അടിപൊളിയാണ്. ഇവിടെ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് മാംഗോക്ക്. അപ്പോൾ ശരിക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സീ ഫുഡ് അവിടെ നിന്ന് കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്കൊരു നമസ്തേ ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി തന്തൂർ റൊട്ടിയും ചിക്കനും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ കൂടെ രണ്ടുപേരിന്ന് വന്നായിരുന്നല്ലോ, ഒന്ന് ദീപക് ബ്രോ, ഒന്ന് നിതിൻ ബ്രോ. അപ്പോൾ നമുക്ക് ദീപക് ബ്രോയോട് ചോദിക്കാം ഇന്ന് വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്, എങ്ങനെ ഉണ്ടായിരുന്നതൊക്കെ. ദീപക് ബ്രോ, ഇന്ന് വന്നതിനകത്ത് ശരിക്കും എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഇന്നത്തെ ആ ഒരു ഡ്രൈവും പിന്നെ ആ ഒരു പാഡി ഫീൽഡിൻ്റെ ഇടയിൽ രാവിലെ ചെന്നിട്ടുള്ള ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ. കാരണം ഇന്ന് നല്ല മഴയുണ്ടായിരുന്നു രാവിലെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ കറക്റ്റായിട്ട് എത്തിയത്. അപ്പോൾ ആ രാവിലത്തെ മോർണിംഗ് അറ്റ്മോസ്ഫിയറും പിന്നെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. വൺ ഡേ ട്രിപ്പിന് KLയിൽ നിന്ന് പോയി വരാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ശരിക്കും അപ്പോൾ എൻജോയ് ചെയ്തു? ശരിക്കും എൻജോയ് ചെയ്തു. നിതിൻ ബ്രോയോട് ചോദിക്കാം. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. N16 ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട. മാംഗോ കേക്കും സൂപ്പറായിരുന്നു. പിന്നെ പാഡി ഫീൽഡ്സ്, പച്ചപ്പ് എല്ലാം. വൺ ഡേ ട്രിപ്പ് സൂപ്പറായി. ഓക്കെ, അടിപൊളി. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ തരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ദിസ് ഇസ് ഷിൻഡോ ടുഗദർ വിത്ത് ദീപക് ബ്രോ, നിതിൻ ബ്രോ ആൻഡ് കിഷോർ സൈനിങ് ഓഫ്.